അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ ഞാനിതിപ്പോൾ ഇതെങ്ങോട്ടൊന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ഞാൻ ഇതൊക്കെ കരിക്കം ക്ഷേത്രത്തിൽ സദ്യ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ കുറച്ച് ക്യൂ മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ ഇതായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്. അതിൻ്റെ എൻഡിങ് വന്നിട്ട് ഒരു 2 വളവ് കഴിഞ്ഞിട്ടായിരുന്നു അതിൻ്റെ എൻഡിങ് വന്നത്. എന്നിട്ട് ഞങ്ങളുടെ പുറകെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം, ഏകദേശം ഒരു 2 മണിക്കൂർ ഞങ്ങൾ ക്യൂ നിന്നായിരുന്നു. ക്യൂ നിന്ന് കാരണം എന്താ, ഈ ഒരൊറ്റ ഒരാൾ കാരണമാണ് ഞങ്ങൾ ഈ വെയിലും കൊണ്ട് ക്യൂ നിന്ന്. ആൾക്ക് സദ്യ തിന്നേ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ചേച്ചിയായി പോയില്ലേ, സദ്യ കഴിപ്പിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനും കയറി നിന്നത്. പക്ഷേ ഗൈസ്, ഒടുക്കത്തെ വെയിലായിരുന്നു. വെയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ കുറേ നേരം ക്യൂ നിന്നിട്ട് അവസാനം ഞങ്ങൾ സഹികെട്ടി ഞങ്ങൾ 2 ഐസ്ക്രീം മേടിച്ച് കഴിച്ച്. കാരണം ഒട്ടും പറ്റില്ല. അവസാനം ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്. അവൾ സീറ്റ് പിടിച്ച് വെച്ചതുകൊണ്ട് നമുക്ക് സീറ്റും കിട്ടി. അങ്ങനത്തെ ഫസ്റ്റ് ചോറ് വന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ പരിപ്പ് വരും. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സൂപ്പർ സദ്യ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കരിക്കകത്ത് പോയിട്ട് അന്നദാനം കഴിക്കുന്നത്. കുറേ വർഷമായി ഞാൻ അന്നദാനമൊക്കെ കഴിക്കാൻ പോയിട്ട്. അപ്പോൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന് നല്ലൊരു ഗുണം തന്നെയാണ് നമുക്കുണ്ടായത്. കാരണം അത്യാവശ്യം അടിപൊളി സദ്യ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അവിടെ സദ്യ കഴിക്കാൻ നമ്മളെപ്പോലെ ക്യൂ നിന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.